എല്ലാവർക്കും കൈയടിക്കാനുള്ള 4 കാര്യങ്ങൾ പറയാം. ഫസ്റ്റ്, musician, the one guy who's coming from a legendary music family. Ladies and gentlemen, let us make some noise for the very amazing, the talented prodigy, the musician Sai Abhyankar. Kochi loves you man. Kochi is a legendary director. മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരനായ തമിഴ് സൂപ്പർസ്റ്റാർ ധനുഷിന്റെ one lovely brother. It is my absolute pleasure and it is my honor to be welcoming onto the stage the one and only Selvaraghavan sir. I can't hear. No, trainer. Okay, thank you. നേരാണേ നേരാണേ ജാലക്കാരി Okay, say for it. It's evident. ഞാൻ പക്കോ പോനവളെ തേടമെല്ലാം മൂച്ചു തള്ള. സോ ആ ഒരാളിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബൾട്ടിയുടെ പ്രൊമോഷൻസ് ഒക്കെ നടക്കുമ്പോൾ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു പെൺകുട്ടി വളരെ വൈറലായി മാറിയിരുന്നു. ആരാണ് പെൺകുട്ടി എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് let us watch one video. Can we all have our eyes to the digital screen, please? ഉഷാറാവട്ടെ. എന്താണ് സൺഡേ ഈവനിംഗ് ഒക്കെ ആയിട്ട് ആർക്കും ഒരു ഉഷാറില്ലല്ലോ. വരട്ടെ. Alright, sisters, the both of you, എന്താണ് നമ്മുടെ കൊച്ചുകാർ ഫുൾ കാത്തിരിക്കുകയാണ്. കുറെ നേരമായിട്ട് ബൾട്ടി ലോഞ്ചിന് വേണ്ടി കാത്തിരിക്കുകയാണ്. So what would you love to say? Hello Cochin. ഇന്ന് എൻ്റെ 14ാമത്തെ സിനിമ ഞാനും വിനുവും ചേർന്നുള്ള ആദ്യത്തെ സിനിമ അതിൻ്റെ ട്രെയിലർ ലോഞ്ചാണ്. ഇവിടെ വന്ന എല്ലാവർക്കും ഞാൻ വെൽക്കം ചെയ്യുകയാണ്. ഇത് വളരെ പ്രതീക്ഷയോടെ ഞങ്ങൾ എടുത്തേക്കുന്നൊരു സിനിമയാണ്. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു നല്ല അനുഭവം തരുമെന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ 26-ാം തീയതി തന്നെ ഈ സിനിമ കാണണം, ആൾക്കാരിലേക്ക് എത്തിക്കണം. ഓക്കെ, എല്ലാവരും നമസ്കാരം. കൊച്ചിൻ എല്ലാവർക്കും കൈയടിക്കാനുള്ള 4 കാര്യങ്ങൾ പറയാം. ഫസ്റ്റ്, സായ് അഭ്യങ്കറിന്റെ ഫസ്റ്റ് പടം, സെൽവരാഘവൻ സാറിന്റെ ഫസ്റ്റ് മലയാളം പടം, ഷെയ്ൻ നിഗത്തിന്റെ ഏറ്റവും ബഡ്ജറ്റ് കൂടിയ പടം, ഫസ്റ്റ് ബിഗ്ഗസ്റ്റ് ബഡ്ജറ്റ് പടം അല്ലേ? ഏറ്റവും ഫസ്റ്റ് ബിഗ്ഗസ്റ്റ് പടം, പ്രീതി അസ്രാനി ആക്ട്രസിന്റെ ഫസ്റ്റ് മലയാളം പടം, ലാസ്റ്റ് ആൻഡ് നോട്ട് ദ ലീസ്റ്റ് ശിവകുമാർ പണിക്കർ എന്ന് പറഞ്ഞ കിൽ ഉറിയുടെ എഡിറ്ററിന്റെ ഫസ്റ്റ് മലയാളം പടം. സോ ഇതിലെല്ലാം ഉപരി എന്റെ ഫസ്റ്റ് പടം. ഈ കയ്യടി പോലെ തന്നെ ഈ സിനിമ കാണുമ്പോഴും നിങ്ങൾക്ക് അത് അത്രയും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ പുറകെ ഒത്തിരി ഹാർഡ് വർക്കും പാഷനും പോയിട്ടുണ്ട്. സെപ്റ്റംബർ 26 പടം കാണുക, അനുഗ്രഹിക്കുക. വി നീഡ് യുവർ ബ്ലെസ്സിങ്സ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് സർ. സോ നമുക്ക് ലേറ്റ് ഒക്കെ നമുക്ക് രണ്ടുപേർക്കും ഇവിടെ വേദിയിൽ തന്നെ തുടരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. സോ ബൾട്ടി ആദ്യം വന്നപ്പോൾ തൊട്ട് തന്നെ നമ്മുടെ കൊച്ചിക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ. ആ ഒരാളെ പറ്റിയിട്ട് നമുക്ക് യാതൊരു ഇൻട്രൊഡക്ഷനും വേണ്ട, ഒന്നും തന്നെ പറയണ്ട. നമ്മളുടെ എല്ലാവരുടെയും കൺമുന്നിൽ വളർന്നു വന്ന ഒരു കലാകാരനാണ്. one of the most unique dancers, one amazing star, but more than that, one versatile performer. കൊച്ചി നല്ലൊരു കൈയ്യോടുകൂടി let us welcome onto the stage the one and only Shane Nigam. Lots of love for you, Shane. The entire team of Kochi is waiting for each one of you. So നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ആൾക്കാർ എല്ലാവരും ഈ വേദിയിലേക്ക് നമ്മുടെ entire crew members ഇൻവൈറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് സംസാരിക്കാം അല്ലേ? Alright. So the second member, അതും നമുക്ക് മലയാളികൾക്ക് അപരിചിതനായ ഒരു വ്യക്തിയല്ല, ശരിക്കും പറഞ്ഞാൽ മലയാളികളുടെ ഒരു പുത്രൻ എന്ന് തന്നെ പറയാം. മലയാളി സിനിമാ ലോകത്തിന്റെ ഒരു പുത്രൻ എന്ന് തന്നെ പറയാം. നമ്മളുടെ ലാലേട്ടന് ഇന്നലെ ഒരു മികച്ച പുരസ്കാരം കിട്ടിയിരിക്കുകയാണ്. ദാദാ സാഹിബ് ഫാൽക്കെ അവർ പുരസ്കാരം എല്ലാം കിട്ടിയിരിക്കുകയാണ്. ലാലേട്ടൻ ഫാൻസ് ഇവിടെ ആരൊക്കെ ഉള്ളത്? അപ്പോൾ ലാലേട്ടന്റെ ഏറ്റവും ആദ്യത്തെ സിനിമയിലെ നായിക നമ്മളുടെ പൂർണിമ മാമിന്റെ പ്രിയപുത്രൻ, അതുപോലെ തന്നെ നമ്മുടെ എല്ലാം ഉർവശി ചേച്ചിയൊക്കെ നമ്മൾ ആദ്യമായി സിനിമയിലേക്ക് സമ്മാനിച്ച മുന്താണി മുടിച്ചു തുടങ്ങിയ ഒരുപാടധികം സൂപ്പർ ഹിറ്റ് തമിഴ് ചിത്രങ്ങളിലൂടെ നമ്മൾക്ക് എല്ലാവർക്കും, സിനിമാ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ ശ്രീ ഭഗരാജ് സാറിനെയും ഒക്കെ പ്രിയപുത്രൻ നമ്മുടെ മലയാളികളുടെ ഈ ഒരു സിനിമാ ലോകത്തേക്ക് അദ്ദേഹത്തിന്റെ ഒരു സെക്കൻഡ് റിട്ടേൺ ആണ്. So let us all put our hands together for the very lovely darling Shantanu.
താങ്ക് യു സോ മച്ച് ശന്തനു. ശന്തനുവിന്റെ ഒരുപാട് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുണ്ട്. ബ്ലൂ സ്റ്റാർ, പാവക്കഥകൾ, അങ്ങനെ ഒരുപാട് സിനിമകളിലൂടെ നമ്മളെ സിനിമാ ലോകം നെഞ്ചോട് ചേർത്ത് വെച്ച ഒരാളാണ്. And I guess we will continue with inviting the rest of the crew and then we will have the talk. And yes, now the next guest, എൻ്റെ ഒരു പ്രിവിലേജ് ആണ് അദ്ദേഹത്തിന് ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. സോ യെസ്, നെക്സ്റ്റ് ഈ ഒരു വ്യക്തിയെ ഈ ഒരു വേദിയിലേക്ക് കൊണ്ടുവരാൻ, അതായത് നമ്മൾ ഈ ഒരു സിനിമ ബൾട്ടി എന്ന് പറയുന്നത് ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്, ഷൈനികം ശാന്തനു മൂവിയാണ്. പക്ഷെ ഇതൊക്കെ കൂടാതെ ഇതിനൊരു ഉഗ്രൻ ബ്രാൻഡ് നെയിം കൂടെയുണ്ട്. ആ ഒരു ബ്രാൻഡ് നെയിം തന്നെയാണ് ഈ ഒരു സിനിമയുടെ നമ്മൾക്ക് എല്ലാവരിലും കൗതുകം ഉണർത്തുന്നതിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സും. നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ, സോഷ്യൽ മീഡിയകളായിക്കോട്ടെ, ഒരു സമയത്ത് കത്തിച്ചു വിട്ട ചില പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച one musician, one young musician, the one guy who's coming from a legendary music family. Ladies and gentlemen, let us make some noise for the very amazing, the talented prodigy, the musician Sai Abhyankar. Kochi loves you, man. Kochi just loves you. And പാട്ടുകളിലുള്ള ആ ഒരു എനർജി, പാട്ടുകളിലൂടെ അദ്ദേഹം നമുക്ക് നൽകുന്ന ആ ഒരു എനർജി, that is very evident in his personality also, that I have to say. We are so pleased, we are so happy to have you here with us today. So yes, ഈ ഒരു ചിത്രം ബൾട്ടി എന്ന ഈ ഒരു ചിത്രം നമുക്ക് സമ്മാനിക്കുന്നത്, ഇതിന്റെ ഒരു ഡയറക്ടർ അദ്ദേഹത്തിന്റെ ഡ്രീം പ്രോജക്റ്റ് ആണ്, അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പ്രോജക്റ്റ് ആണ്. ആദ്യം തന്നെ ഇത്രയും വലിയൊരു പ്രോജക്റ്റുമായാണ് ആദ്യം മലയാളം സിനിമ ലോകത്തേക്ക് വരുന്നത്. നമുക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി, ഒരുപാട് പ്രാർത്ഥനയോടുകൂടി, നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹാശസ്സുകളോട് തന്നെ ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം the director Shri Unni. Please join with us. Thank you so much. Kindly join the team. And the next person, and RDX, അതുപോലെ തന്നെ നമ്മളുടെ ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെയൊക്കെ നമ്മളുടെ എല്ലാവർക്കും വളരെ രസകരമായിട്ടുള്ള ഒരുപാട് വിഷ്വലുകളുള്ള പടങ്ങൾ തന്നെയായിരുന്നു. RDX ആയിക്കോട്ടെ, ഷൈനികമിൻ്റെ തന്നെ RDX ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ. അപ്പോൾ ആ ചിത്രങ്ങളുടെ ആ ഉഗ്രൻ വിഷ്വൽ ഫ്രെയിംസുകളുടെ പിന്നിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയെ let us welcome on to the stage the amazing, the spectacular DOP Shri Alex Pulikal. So kindly join with us. What a great pleasure to have you. And the next person, മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തി മാത്രമല്ല, ആ വ്യക്തിയുടെ കുടുംബം മുഴുവൻ മലയാളികൾ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു കുടുംബമാണ്. ഷീസ് an amazing artist, one brilliant anchor, a great and inspiring entrepreneur, a lady who made it all. Let us not delay it further. Let us welcome onto the stage the very gorgeous, the very dashing Purnima Edrijan. Always a pleasure to see you. Always a pleasure to have you here with us. So, പുറം നാടുകൾ അല്ലെങ്കിൽ മറ്റ് സിനിമാ ഇൻഡസ്ട്രികളിലെ എല്ലാ ആർട്ടിസ്റ്റുകളെയും രണ്ട് കൈയും നീട്ടി തന്നെ സ്വീകരിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. അങ്ങനെ നമ്മൾ മലയാളികൾക്ക് നെഞ്ചോട് ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു നായിക കൂടി വന്ന് ചേരുകയാണ് ഫ്രം another industry, ഫ്രം തെലുഗു ഇൻഡസ്ട്രി. ആ മാമിന്റെ ഒരുപാട് സിനിമകൾ, മല്ലിറാവ, ആയുധി, പ്രഷർ കുക്കർ തുടങ്ങിയ ഒരുപാട് ചിത്രങ്ങൾ സിനിമാ പ്രേമികൾക്കിടയിൽ വൻ ചർച്ചയായ ചിത്രങ്ങൾ തന്നെയാണ്. സോ ഇറ്റ് ഈസ് മൈ absolute pleasure and absolute happiness to be introducing and welcoming onto the stage of the Grand Trailer Launch of Balti, Shri Preeti Asrani. It's such a sight to the eyes, both in the frames and in real life. Thank you so much. And yes, നമ്മളുടെ ഈ ഒരു ചിത്രം ബൾട്ടി, നമുക്കറിയാം ഇതൊരു കബഡിയെ പറ്റി തന്നെ സംസാരിക്കുന്ന ഒരു ചിത്രമാണ്. നമ്മുടെ ഇന്ത്യൻസിന് വൺ ഓഫ് ദ മോസ്റ്റ് ലവ്ഡ് സ്പോർട്സ് ആണ് കബഡി എന്ന് പറയുന്നത്. കബഡിയെ പറ്റിയിട്ടുള്ള ഒരുപാട് സിനിമകൾ നമ്മളുടെ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ വന്നു ചേർന്നിട്ടുണ്ട്. ഡോമിനേറ്റ് ആയിട്ടുള്ള ക്യാരക്ടറുകൾ പോർട്രേ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. So, but he is right now not here with us. He is very busy in one of his shoots at Mumbai. Still, let us acknowledge his presence. And നമുക്ക് 18-ാം പടി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു നടനാണ് ശ്രീ അക്ഷയ് രാധാകൃഷ്ണൻ. Akshay, please join with us.
we would also love to invite onto the stage Mr. Srilal and ഈ ഒരു സിനിമയുടെ one of the biggest fans എന്ന് നമുക്ക് പറയാം ശ്രീ ഫിലിപ്പ് നയനാർ. Can we kindly have ശ്രീ ഫിലിപ്പ് നയനാർ also join with us on the stage? And ഈ ഒരു സിനിമയുടെ സൗണ്ട് ഡിസൈനർ എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് ഓഡിയോഗ്രഫി ആൻഡ് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് സൗണ്ട് ഡിസൈൻസ് ഒക്കെ തന്നെ കരസ്ഥമാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഏറ്റവും അടുത്തിറങ്ങിയ നമ്മുടെ ലാലേട്ടന്റെ തുടരും എന്ന് പറയുന്ന സിനിമയിലെയും one of the most important part ആയിരുന്നു. Let us welcome on to the stage Sri Vishnu Govind. He is not here with us. Probably he might join with us in another minute. All right. So yes, നമുക്ക് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ കൂടെ കുറച്ചുകൂടെ പ്രൊമിനന്റ് ഗസ്റ്റ് ഉണ്ട്. അവരും നമുക്കൊപ്പം എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇനി നമുക്ക് അധികം നേരം വൈകിക്കാതെ നമ്മുടെ ബൾട്ടിയുടെ ട്രെയിലർ ലോഞ്ചിലേക്ക് കടക്കാം. റൈറ്റ്. ആൻഡ് ഐ തിങ്ക് നമുക്ക് ഇന്ന് ഇവിടെ ഈ ഒരു ബൾട്ടിയുടെ ട്രെയിലർ ലോഞ്ച് ചെയ്യാനായിട്ട് നമ്മളുടെ എല്ലാവരും വളരെയധികം ഇഷ്ടപ്പെടുന്ന നമ്മളുടെ ഗസ്റ്റ് ഫോർ ദ മോളിവുഡ്, ഇനി ഒരു ഗസ്റ്റ് അല്ല, ഇനി നമ്മളുടെ ഒരു കണ്ടിന്യൂവൽ പാർട്ട് ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. So let us request Sri Sai Abhyankar to kindly launch the trailer for Balti. We're all excited to watch the trailer. ചെയ്തിരുന്നത് ഇതൊരു സ്പോർട്സ് ആക്ഷൻ ഡ്രാമ ആയിരിക്കും എന്നുള്ളതാണ്. ബട്ട് the trailer says that it's even more than that. ഇതൊരു സ്പോർട്സ് ഡ്രാമ അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഡ്രാമ എന്നുള്ളതിലൊക്കെ ഉപരി ഒരുപാട് കാര്യങ്ങൾ ഒന്നിപ്പിച്ച് വെച്ച് അല്ലെങ്കിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് പാക്കേജ് തന്നെയാണ് എന്നുള്ളതാണ്. ആൻഡ് all the very best wishes to the entire Balti team. But with that, നമ്മളിപ്പോൾ ബൾട്ടിയുടെ ട്രെയിലർ ഒക്കെ കണ്ട് ഇവിടെ entire കൊച്ചി ലുലു മോൾ ടീം ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. സോ ഷെയ്ൻ, നമുക്കൊന്ന് കൊച്ചിക്കാരായിട്ടൊന്ന് സംസാരിച്ചാലോ? സോ നല്ലൊരു കൈയ്യടി വേണം. പക്ഷെ ഷെയ്ൻ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഉഷാറായിട്ട് കഴിച്ചേ. All and with all the love, over to you, Shane. ഹായ്, ഗുഡ് ഈവനിങ്. ട്രെയിലർ ഇഷ്ടപ്പെട്ടോ? ഓക്കെ ആണോ? ഇതൊരു സ്പോർട്സ് ആക്ഷൻ ഡ്രാമയാണ്. ഈ പറഞ്ഞ പോലെ കബഡി ആണ് ഇതിലെ സ്പോർട്ട്. പക്ഷെ ഇതൊരു കബഡി ബേസ്ഡ് പടം മാത്രമല്ല. ഇതിൽ ട്രെയിലറിലിപ്പോൾ കുറച്ച് കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കബഡി പടം മാത്രമല്ല, അതിനകത്തൊരു ഗാങ്സ്റ്റർ ഡ്രാമ എലമെൻറ്റും കൂടെ ഉണ്ട്. 26th സെപ്റ്റംബർ എല്ലാവരും തിയേറ്ററിൽ കാണുക. കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഉദയൻ എന്ന കഥാപാത്രം മലയാളികൾ അല്ലെ എല്ലാവരും നെഞ്ചോട് ചേർത്ത് വെക്കട്ടെ. ആൻഡ് ദ നെക്സ്റ്റ് പേഴ്സൺ ആഫ്റ്റർ എ ലോങ് ടൈം, ലെറ്റ് us welcome, let us hear it for Shantanu. ഹായ് കൊച്ചി, എൻ്റെ സഹോദരന്മാർ എല്ലാവർക്കും നമസ്കാരം. യെസ്, എൻ്റെ അമ്മേൻ്റെ ആദ്യത്തെ സിനിമ മഞ്ഞിൽ നിറഞ്ഞ പൂക്കൾ ഇവിടെ കേരളത്തിലെ മലയാളത്തിൽ തുടങ്ങി അവരുടെ കരിയർ. എൻ്റെ ഫസ്റ്റ് സിനിമ മലയാളത്തിൽ തുടങ്ങിയത് ലാലേട്ടനോട്. സോ ഓൾമോസ്റ്റ് ആഫ്റ്റർ 15 years ഐ എം ബാക്ക് ഹിയർ വിത്ത് ബൾട്ടി. ஸோ தேங்க்யூ ஸோ மச். ஃபர்ஸ்ட் எல்லாருமே இங்கே இவ்வளோ தூரம் வந்து எங்களுக்கு இவ்வளோ லவ் அண்ட் சப்போர்ட் கொடுத்ததுக்கு. பல்ட்டி ட்ரெய்லர் இஷ்டப்பட்டோம் எல்லாருக்கும். சூப்பர். ஸோ இது ஒரு ஈஸியான படம் இல்லை ஷூட் பண்ணுறதுக்கும் நடிக்கிறதுக்கும். இந்த என்டையர் டீம் நாங்கள் எல்லாருமே நிறைய எஃபர்ட்ஸ் போட்டிருக்கோம். ஸோ எனக்கும் சரி இந்த டீமுக்கும் சரி என்னோட அம்மா பூர்ணிமா ஜெயராம் அவங்களுக்கு எந்த அளவுக்கு நீங்கள் எல்லாம் ஸ்னேகமும் சப்போர்ட் கொடுத்தீங்களோ அதே சப்போர்ட் எங்களுக்கும் கொடுக்கணும்னு நான் கேட்டுக்கிறேன். படம் 26 செப்டம்பர் ரிலீஸ் ஆகுது. எல்லாரும் கண்டிப்பாக தியேட்டருக்கு போய் படம் பாருங்க. தேங்க்யூ. All the very best wishes to you, Shantanu. And ഇനിയും ഒരുപാട് സിനിമകളിൽ കൂടെ നമ്മൾ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. And yes, ഇനി the next person, it is actually my privilege to be welcoming this person onto this crowd. It is a legend. പുതുപ്പേട്ടെ 7G റെയിൻബോ കോളനി, കാതൽ കൊണ്ടേൻ തുടങ്ങിയ ഒരുപാട് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച ഒരു ലെജൻഡറി ഡയറക്ടർ, മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരനായ തമിഴ് സൂപ്പർ സ്റ്റാർ ധനുഷിന്റെ one lovely brother. It is my absolute pleasure and it is my honor to be welcoming onto the stage the one and only Selvaragavan sir. Come on Kochi, make some noise. Thank you so much, sir. It is an absolute pleasure and absolute privilege to be having you here with us today. The entire Kochi is so pleased to have you. So yes, നമ്മളിപ്പോ ബൾട്ടിയോட ட்ரெய்லர் லான்ச் இப்பதான் முடிச்சது. உங்களோட பேச்சுக்காக நாங்க எல்லாம் வெயிட் பண்றோம். கொஞ்சம் பேசுவீங்களா? ஒரு நல்ல எக்ஸ்பீரியன்ஸ் ஆக்சுவலி.
நம்ம இங்கிலீஷ் ஃபிலிமில் வந்து ஐநாக்ஸ் அந்த எக்ஸ்பீரியன்ஸ்லாம் பார்க்குறோம் இல்லையா, அது மாதிரி மல்டி ஒரு ஃபேபுலஸ் எக்ஸ்பீரியன்ஸ். ஜஸ்ட் கோ டு தியேட்டர்ஸ். இட்ஸ் வெரி டிஃபிகல்ட் மூவி டு மேக் அண்ட் ஹேட்ஸ் ஆஃப் டு த ப்ரொடியூசர்ஸ், டைரக்டர், என்டையர் காஸ்ட், ஷென், சாந்தனு எல்லாம் they work so hard. அப்படியெல்லாம் என்னால் பண்ண முடியாது. ஸோ எவ்ரிபடி ஒர்க் ஸோ ஹார்ட். ஐ திங்க் நீங்கள் டெஃபினட்டாக தேட்டர் போக யூ won't be disappointed. It's a good film actually. Thank you so much, sir. And also, we heard that the first time the director came and narrated the story to you, you actually commented what brilliant climax it is. So that is something coming from a legendary director like you. So what should the crowd expect from this movie? So ഈ ഒരു ചിത്രത്തിന്റെ ആദ്യത്തെ ഇതിന്റെ കഥ കേട്ട ഉടനെ സെൽവരാഘവൻ സാർ പറഞ്ഞത് ഇറ്റ് ഈസ് എ ബ്രില്യന്റ് ക്ലൈമാക്സ് എന്നുള്ളതാണ്. It's nice entertainer. It's not a sports film or something. எல்லாமே இருக்கு இந்த படத்துல. Like fully it's an action. Everything is there. You should see the film to experience. இவ்வளோ நிஜமாவே உயிரை கொடுத்து உழைச்சிருக்காங்க. You should just to see them, please go on the movie. Yeah. Thank you so much, sir. And yes, now may I request Preeti ma'am to kindly address the gathering. ആദ്യത്തെ പടമാണ് അല്ലേ, അപ്പോൾ എന്താണ് എല്ലാവരോടും പറയാനുള്ളത്? What would you love to tell the entire Malayalam film industry? It's my first Malayalam film. Firstly, hi everyone, this is Preeti. So happy to see you all today here. इतने पेड़ मैं एक्सपेक्ट कर रहे हैं, बट कुछ पेड़ है ना, बट आई एम एंजॉइंग मल्टी और एक्शन ड्रामा स्पोर्ट्स पढ़ो एंड रोम सर सोना मादिरी निगा थिएटर को पोना एंटरटेनमेंट गारंटीड. सो September 26 रिलीज आगुपोदु. நீங்கள் எல்லாரும் போய் கண்டுட்டு சப்போர்ட் செய்யாம். and trailer நல்லா உண்டோ? I can't hear. நல்லா உண்டோ trailer? Okay, thank you. We really hope you all like the film as well. So September 26, please do watch it. Thank you. Thank you so much. So yes, നമ്മളുടെ that passion is the most precious. നമ്മൾക്ക് എല്ലാവർക്കും ഏറ്റവും പ്രിയങ്കരായ പൂർണിമ മാം, please can you please address the gathering? Hello everybody. Good evening to all of you. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഈ വരുന്ന സെപ്റ്റംബർ 26 പൾട്ടി ഇറങ്ങുന്നത്. എല്ലാവരും കൂടെ വളരെയധികം പാഷനറ്റായിട്ട് ഒരു കൂട്ടം ആൾക്കാർ ചെയ്തിരിക്കുന്ന സിനിമയാണ്. ഒരു പക്ക എൻ്റർടൈനർ ആണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് സിനിമ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. Alright, thank you so much. So yes, now that man himself, നമ്മൾ ഈ ഒരു ചിത്രത്തിൽ ഏറ്റവും അധികം കൗതുകത്തോടുകൂടി കാത്തിരിക്കുന്നത് ഈ ചിത്രത്തിലെ ഗാനങ്ങളാണ്. ഒരു ഗാനം ഓൾറെഡി റിലീസായി, ജാലക്കാരി. അത് വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ 6 million വ്യൂസ് കഴിഞ്ഞിരിക്കുകയാണ്. So now let us all hear it for കുറച്ച് നല്ല കൈയോടുകൂടി തന്നെ മലയാളികളുടെ ഉഷാർ എനർജി കാണിച്ചുകൊണ്ട് തന്നെ let us welcome on to the stage ശ്രീ സായി അഭ്യങ്കർ. Please address Kochi. എല്ലാവർക്കും നമസ്കാരം. So this film is very special and I have been saying this everywhere இப்போ. And ஒரு பாட்டு தான் வந்திருக்கு and அதுக்கும் ரொம்ப நல்ல ரெஸ்பான்ஸ் இருக்கு. and அதுக்கு எல்லாத்துக்கும் முன்னாடி என்னோட ஃபர்ஸ்ட் சாங் கச்சி சேர வந்தபோது இட் வாஸ் த மோஸ்ட் ஸ்ட்ரீம் சாங் இன் கேரளா. ஸோ என்னை அதை நான் ஸ்பாட்டிஃபைல பார்க்கும்போது ஐ ஃபெல்ட் ரியலி ஹாப்பி ஃபார் த ஃபர்ஸ்ட் டைம் டு see that this beautiful people have accepted me and I'm really fortunate for that. I'm grateful and yes. So பின்ன பாடலாமா? ஜாலக்காரி பாடலாமா எல்லாம்? ஓகே, லெட்ஸ் கோ. எங்க கூட எல்லாரும் சேர்ந்து பாடணும். ஓகே, கண்டிப்பா. அங்க எனர்ஜி இருக்கா? அங்க கமான் பத்தல, அங்க பத்தல இன்னும். சம்மோ from there. How is it going guys? Okay alle? So before we start I would love to thank Mohanlal sir and ஏன்னா அவர் தான் என்னை first time in the audience introduce பண்ணாரு. So ever grateful for that and very kind of him and congratulations also because yesterday he had won the Dada Saheb Phalke award. So let's go.
നുങ്കാണ് പെണ്ണെ നീ വറ്റുന്ന മേടവയിൽ കൊണ്ടേ ഞാൻ വാടും നേരത്ത് പൊന്നാനെ നിൻ മനസ്സ് എല്ലോളം തീൻ കുരുമ്പ് നുള്ളാനായി നിന്നെ ദൂരത്ത് വീശുന്ന കോഴിക്കാട്ടിലാടും നിൻ കൂന്തൽ എന്മേലാകെ മൂടാമോ നീ പെണ്ണാലെ പെണ്ണാലെ ആരോ നീ ഊരും പേരും ഇല്ലെന്നായാലും ഞാൻ വല്ലാതെ പുള്ളും കാര്യം നേരാണേ നേരാണേ ജാലക്കാരി മായ ജാലക്കാരി നീ എന്നുള്ളം കൊത്തി ഗാന്ധ കണ്ണാൽ നോക്കി കമോൺ തന്നാൽ നീരി നിന്നാൽ പല നാളുരുകി പിന്നാൽ അല പോലലയാം എന്ന കഴിയും വരനാ. താങ്ക് യു സോ മച്ച്. Alright, Sai, but that's not enough. Definitely, Jalakari, we all love it. പക്ഷേ സായി ഇവിടെ വന്നു കഴിഞ്ഞിട്ട് സായിയുടെ സിഗ്നേച്ചർ സോങ്സിൽ ഏതെങ്കിലും ഒന്ന് പാടിക്കാതെ പോയി കഴിഞ്ഞാൽ എന്നെ ഈ ഹോള് വിട്ട് പോവാനായിട്ട് കൊച്ചിക്കാർ സമ്മതിക്കൂല. ഇങ്ങ എനർജി ഇരിക്കും മേലാണ് എനർജി വരമാട്ടേണ്ട. So he എവിടെയാണ് എനർജി? എന്നെ പറയണം. ചോദിക്കട്ടെ, കൊച്ചിക്കാരോട് എന്നെ ചോദിക്കട്ടെ. ഓക്കെ, സായിയുടെ ഏത് പാട്ടാണ് വേണ്ടത്? കച്ചി സേര വേണമോ അതോ നമുക്ക് ആശയം കൂടെയാണോ കേൾക്കണ്ടേ? കേൾക്കുന്നില്ല. ഓക്കെ, കച്ചി സേര വേണം നല്ലൊരു മാത്രം ഒന്ന് കേൾക്കോ. ഓക്കെ, ആശയം കൂടെ. It's evident. ഞാൻ പക്കോ പോനവളെ തേടമില്ല മൂച്ചു തള്ള എൻ തലയ്ക്കുയരവില്ല പേര കേക്ക തോന്നവില്ല എവക്കോ തീര എന്ന തൂണ്ട നെഞ്ചോ തൂക്കത്തില്ല ഉസിരിപ്പു മാറവില്ല നാളെ പാത്ത് മേളം തുള്ള നീ പേസലൈട്ട ആസ കൂട വാസോ വീസും കാത്ത തേട ആഴം കൂടിട മേഘോ തൂവിട നീ പേസലൈട്ട കൂട വാസോ വീസും കാത്ത തേട ഓര സാഞ്ചിട തേഗോ സേന്തിട. താങ്ക് യു. Basic, as always. വേണമെന്നുണ്ടെങ്കിൽ അടുത്ത പാട്ടും കൂടെ പാടിയാൽ ഇവിടെ എല്ലാവർക്കും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. Would you love to? Yes. இந்த படத்துல 6 பாட்டு இருக்கு அண்ட் 6மே ஹேண்ட் பிக் பண்ணி டைரக்டர் செலக்ட் பண்ணியிருக்காரு. ஸோ உங்கள் எல்லாருக்கும் ரொம்ப பிடிக்கும்னு நம்புகிறேன். என்னை கண்டினியூஸாக உங்கள் ப்ரேயர்லேயும் வச்சுக்கோங்க. நான் இன்னும் நிறையா மலையாளம் நல்ல படம் பண்ணணும்னு ஆசைப்பட்றேன். என் கூட இருந்து சப்போர்ட் பண்ணுங்க. தேங்க்யூ ஸோ மச் மக்கள். லவ் யூ ஆல். Thank you so much, Sai. All the very best. லவ் யூ. தேங்க்யூ ஸோ மச். தேங்க்யூ ஸோ மச். Says thank you so much, and not just for this movie. We heard that like സായിയുടെ ഇനി വരാനിരിക്കുന്ന പടങ്ങൾ എന്ന് പറയുന്നത് വളരെ ബിഗ് ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരുപാട് ചിത്രങ്ങളാണ്. ബെൻസ്, കറുപ്പ്, അതുപോലെ തന്നെ അറ്റ്ലി, അല്ലു അർജുൻ ചിത്രങ്ങൾ ഒക്കെ തന്നെ ലൈൻഡ് അപ്പ് ആണ്. So we wish the entire Kerala wish all the very best wishes for your entire journey. May you reach the highest heights that's ever possible. Thank you so much. By Thank God's you so grace. much. Thank you so much. Thank you. Alright. So yes, now നമുക്ക് തോന്നുന്നു ബൾട്ടിയുടെ ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം അല്ലേ? ബൾട്ടിയുടെ ടീം ക്യാപ്റ്റൻ. My beloved friend Unni, and இன்னும் ஒரு வருஷம் கழிச்சு உன்னி இப்படி இருக்க மாட்டான். ஏன்னா he'll be doing the most top stars films ன்னு நினைக்கிறேன். and I pray for it. Here you go. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ആദ്യത്തെ സിനിമ ഇത്രയും വലിയൊരു സിനിമയായിട്ട് സംഭവിച്ചതും. ഇവിടെ നിൽക്കുന്ന ഓരോ ഫ്ലോറിൽ നിന്ന് ഇതുപോലെ പല ഓഡിയോ ലോഞ്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയില്ല ഇവിടെ അതുപോലെ നമ്മുടെ സിനിമയുടെ ഒരു ഓഡിയോ ലോഞ്ച് സംഭവിക്കുന്നത്. സോ രാവിലെ ആയതും സൺഡേ ലുലുമാളിൽ വരിക, ഉച്ചവരോടൊക്കെ ഇറങ്ങുക, വനിതാ വിനി എന്നൊരു പടം കാണുക. ഇതന്നെയാണ് കൊച്ചിയിൽ സിനിമ ആഗ്രഹമായിട്ട് വരുന്ന എല്ലാവരുടെയും ഒരേ ഒരു കാര്യം. ഞാനും അത് വർഷങ്ങളോളം ചെയ്തുകൊണ്ടിരുന്നു. ഒരു കഥ എഴുതി, അത് കറക്റ്റായിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞു, ഷെയ്ൻ കഥ കേട്ടു, ഇഷ്ടപ്പെട്ടു, എല്ലാം നന്നായിട്ട് സംഭവിച്ചു. സോ ഈ സിനിമയുടെ സംബന്ധിച്ചാണ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, ഈ സിനിമയിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇപ്പം നിങ്ങൾ ഈ സ്റ്റേജിൽ കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ കാസ്റ്റായാലും ക്രൂ ആയാലും ഇനി നിങ്ങൾ കാണാത്ത കാര്യങ്ങൾ. ഈ പടം 92 ദിവസം ഒറ്റ ഷെഡ്യൂളിൽ ഷൂട്ട് ചെയ്ത പടമാണ്. 92 ദിവസം സിംഗിൾ ഷെഡ്യൂൾ. സോ എന്താ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കഥ എഴുതുന്നു, അതിൽ റിസ്കി എലമെൻറ്റ്സ് കുറേ കടന്നു വരുന്നു. പക്ഷേ അത് കറക്റ്റായിട്ട് സംഭവിക്കണമെങ്കിൽ ക്രൂ വേണം, നമ്മുടെ ടീം നമ്മളോട് വേണം. കാരണം നമുക്ക് സിനിമ ഓക്കെ ഡയറക്ടറുടെ ആർട്ടാണെന്നൊക്കെ പറയാം, പക്ഷേ ടീം വർക്ക്
അതാണ് സിനിമയിൽ ഏറ്റവും വലുത് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ടീം ഇത്രയും ഒരു 1 ഇയർ എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കഥയിലും ഞാൻ പറഞ്ഞ കാര്യങ്ങളിലും വിശ്വസിച്ച് എന്നെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് നന്ദി. ഫസ്റ്റ് ഞാൻ താങ്ക്സ് പറയുന്നത് ഷെയ്നാണ്. ഷെയ്ൻ, താങ്ക് യു ഷെയ്ൻ. കാരണം ഷെയ്ൻ എൻ്റെ അടുത്ത് കഥ കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ ഒരു ഷോർട്ട് ഫിലിം മാത്രമേ ചെയ്തിട്ടുള്ളൂ, അങ്ങനെ ഒരുപാട് പടങ്ങളിൽ വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ആ കഥയിൽ വിശ്വസിച്ച് ഷെയ്ൻ കൂടെ നിന്നുകൊണ്ട് മാത്രമാണ് ബൾട്ടി സംഭവിച്ചത്. ദെൻ എൻ്റെ പ്രൊഡ്യൂസേഴ്സ് ബിനു ചേട്ടൻ, സന്തോഷ് സാർ. ബിനു ചേട്ടനും സന്തോഷ് സാറും സിനിമ എപ്പോഴും അവരൊരു ബിസിനസ്സായിട്ട് കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. കാരണം സന്തോഷ് സാറുടെ ഫിലിമോഗ്രഫി എടുത്താൽ തന്നെ മഹേഷിൻ്റെ പ്രതികാരം, മായാനദി, ഇന്നാത്തം കേസൂർ, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എല്ലാം ഒരു പരീക്ഷണ ചിത്രങ്ങൾ തിയേറ്ററിൽ കൊണ്ടുവന്ന് വിജയിപ്പിച്ച നിർമ്മാതാവാണ്. സോ അവരുടെ സപ്പോർട്ട് ഈ പടം അതേ രീതിയിൽ എനിക്ക് പുതിയ പുതിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ദെൻ എൻ്റെ DOP അലക്സേട്ടൻ, എല്ലാ പുതുമുഖ സംവിധായകർക്കും ഇതുപോലൊരു ക്യാമറമാനെ കിട്ടട്ടെ. അത്രയും സപ്പോർട്ട് ചെയ്ത് അത്രയും കൂടെ നിന്ന് ഞാൻ എന്ത് വെച്ചാൽ എനിക്ക് വേണ്ടി അത് ഷൂട്ട് ചെയ്ത് തരുന്ന ഒരു ബ്രദറിനെ പോലെ കൂടുന്നതിന് നന്ദി അലക്സേട്ടാ. ദെൻ എൻ്റെ എഡിറ്റർ ശിവകുമാർ പണിക്കർ, പുള്ളി ഇവിടെ വന്നിട്ടില്ല. പുള്ളിയാണ് കിൽ, ദുരന്തർ, ഉറിയൊക്കെ എഡിറ്റ് ചെയ്തത്. സോ പുള്ളിയുടെ സപ്പോർട്ടും ഭയങ്കര വലുതാണ്. കാരണം എനിക്കിതിൽ ഒരുപാട് ആക്ഷൻ സീക്വൻസുകൾ ഞങ്ങൾ പുതിയതായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്, പുതിയ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ദെൻ അതിനുവേണ്ടി അവർക്ക് കൊടുത്ത പ്രീ വിഷ്വലൈസേഷൻസ് എല്ലാം. സോ അവരുടെ എഡിറ്റിംഗ്, അദ്ദേഹത്തിൻ്റെ എഡിറ്റിംഗ് ഈ സിനിമയിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ശിവകുമാർ ചേട്ടാ. ദെൻ ശാന്തനു ബ്രോ, തിരിച്ച് കാസ്റ്റിലോടെയാണ് ശാന്തനു ബ്രോ. അപ്പോൾ ഈ സിനിമ കേരള തമിഴ്നാട് അതിർത്തിയിൽ നടക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ ഈ സിനിമയിൽ ഒറിജിനൽ ലാംഗ്വേജ് തന്നെ 60% മലയാളവും ബാക്കി 40% തമിഴുമാണ്. സോ എനിക്കൊരു തമിഴ് ആക്ടറെ വേണം. അതിലുപരി അദ്ദേഹം ഭയങ്കരമായിട്ട് ഒരു സ്പോർട്ട് മൂഡിൽ ഓടിച്ചാടി നിൽക്കുന്ന ഒരാളായിരിക്കണം. അതായിരുന്നു എൻ്റെ ചാലഞ്ച്. ദെൻ ഞാൻ ഒരുപാട് തമിഴ് സിനിമ കാണുന്നതുകൊണ്ട് തന്നെ ശാന്തനു ബ്രോ ആയിരുന്നു എൻ്റെ ചോയ്സ്. അദ്ദേഹത്തിൻ്റെ പാവക്കഥകൾ, ബ്ലൂ സ്റ്റാർ, 2 സിനിമ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സിനിമയാണ്. അങ്ങനെ പുള്ളിയെടുത്ത് കഥ പറഞ്ഞ് പുള്ളി സിനിമയിലെത്തി. താങ്ക് യു ശാന്തനു അണ്ണ, താങ്ക് യു. ദെൻ മ്യൂസിക് സായ് അബ്ബങ്കർ. അപ്പോൾ ഇപ്പോൾ സായ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും വിലപിടിപ്പുള്ളൊരു മ്യൂസിക് ഡയറക്ടറാണ്. പക്ഷെ ഞാൻ കഥയുമായിട്ട് പോകുമ്പോൾ ആസക്കോട് എന്ന മ്യൂസിക് വീഡിയോ കണ്ടിട്ടാണ് ഞാൻ കഥ പറയുന്നത്. അന്ന് അബയുടെ ഫസ്റ്റ് പടമാണത്. സോ അന്ന് കഥ കേട്ടത് മുതൽ ഇന്ന് വരെയും തരുന്ന സപ്പോർട്ട് ഭയങ്കര വലുതാണ്. താങ്ക് യു സായ്, താങ്ക് യു. ദെൻ എൻ്റെ ടീം, ഡയറക്ഷൻ ടീം എല്ലാവരും, എൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ്, എൻ്റെ ചീഫ് അസോസിയേറ്റ് ശ്രീലാലേട്ടൻ, അതുപോലെ വാവച്ചേട്ടൻ, ശബരി, എല്ലാവരോടും നന്ദി. സന്ദീപേട്ട, താങ്ക് യു. ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു 2 മണിക്കൂർ പറയേണ്ടി വരും. കാരണം ഈ സിനിമയിൽ എല്ലാവരോടും എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ. ദെൻ പൂർണിമ ചേച്ചി, താങ്ക് യു. താങ്ക് യു പൂർണിമ ചേച്ചി, താങ്ക് യു പ്രീതി, താങ്ക് യു. സെൽവ സാർ വന്ന് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു തന്നെയാണ്, ഷെയ്ൻ്റെ അടുത്ത് കഥ പറയുമ്പോൾ എനിക്ക് ഇത്ര പേടിയില്ല. സെൽവ സാറിൻ്റെ അടുത്ത് കഥ പറയുമ്പോൾ എനിക്ക് ആ തലേദിവസം ഉറങ്ങാൻ പറ്റിയില്ല. കാരണം പുതുപ്പേട്ടയും 1001 കണ്ടിട്ടാണ് എനിക്ക് സിനിമ എന്താണ്, എന്തൊക്കെ സിനിമയിൽ ചെയ്യാം. അതുപോലെ സെൽവ സാറിൻ്റെ അടുത്ത് കഥ പറഞ്ഞ ദിവസം ഇനി ഞാൻ പറഞ്ഞിട്ടില്ല. താങ്ക് യു സോ മച്ച് സാർ. അതുപോലെ അൽഫോൺസ് ചേട്ടൻ ഇന്ന് വന്നിട്ടില്ല. താങ്ക് യു അൽഫോൺസ് ചേട്ടാ, താങ്ക് യു സോ മച്ച്. സോ എല്ലാവർക്കും താങ്ക്സ്. നിങ്ങളെല്ലാവരും നല്ല സിനിമയെ പ്രോത്സാഹിപ്പിച്ച് വിജയിപ്പിച്ചിട്ടുണ്ട്. സോ ഞാൻ നിങ്ങളുടെ ഒരാളാണ്. സോ നിങ്ങൾ എങ്ങനെയാണോ നമ്മുടെ കൊച്ചിയിലെ പല തിയേറ്ററിലും അടിച്ചുപൊളി പടം കണ്ട് ഇറങ്ങി റിവ്യൂ ഇടുന്നത്, ആ മൂഡിലാണ് ഞാൻ ഈ സിനിമ എഴുതിയിരിക്കുന്നതും ഞാൻ ചെയ്തിരിക്കുന്നതും. സോ സെപ്റ്റംബർ 26 എല്ലാവരും വന്ന് സിനിമ കാണൂ, സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു സോ മച്ച്, താങ്ക് യു. സോ ആ ഒരാളിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബൾട്ടിയുടെ പ്രൊമോഷൻസ് ഒക്കെ നടക്കുമ്പോൾ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു പെൺകുട്ടി വളരെ വൈറലായി മാറിയിരുന്നു. ആരാണ് പെൺകുട്ടി എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് let us watch one video. Can we all have our eyes to the digital screen, please? അപ്പൊ അന്ന് ആ പെൺകുട്ടി ഷെയ്ന്റെ അറ്റൻഷൻ കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കതിനെ ചോദിച്ചറിയാം. നമ്മളുടെ ഒപ്പം ഹംന ഈ വേദിയിലുണ്ട്. ലെറ്റ് us വെൽക്കം. കൊച്ചുകാരെ, കുറച്ചൊരു നല്ല കയ്യടിയോടുകൂടി തന്നെ നമുക്ക് ആ പെൺകുട്ടിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. The very cute little darling of Victoria College, Miss Hamna. സോ ആ വീഡിയോ എടുത്ത് വൈറലാക്കിയ ആൾക്കാർ നമ്മളുടെ കൂടെ തന്നെ ഉണ്ട്. ഹംന, പ്ലീസ് ജോയിൻ വിത്ത് us on the stage. സോ വീഡിയോ കണ്ടതിൽ നിന്ന് മനസ്സിലാക്കിയത് ഒരു അപാര ഷെയ്നികം ഫാൻ ആണ് എന്നുള്ളതാണ് അല്ലെ? അപ്പൊ ദേ ഇപ്പൊ ബൾട്ടിയുടെ ട്രെയിലർ ലോഞ്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? വെൽക്കം ഫസ്റ്റ് ഓഫ് ഓൾ. സോ യെസ്, ഷെയ്നോട് എന്താണ് പറയാനുള്ളത്? എല്ലാവരോടും എന്താ പറയാനുള്ളത്? Can we please have all of you once again back to the center stage, please? നെർവസ് ആണെന്ന് തോന്നുന്നു. ഞാൻ വിളിച്ചു തരണോ? ഓക്കെ, പറഞ്ഞോ. ഇഷ്ടമാണ്
മെമ്പേഴ്സിനെയൊക്കെ കാണാൻ വെച്ച നല്ലൊരു ഭാഗ്യമാണ്. പിന്നെ ഇവരിനൊക്കെ ഇങ്ങനെ അടുത്ത് നേരിൽ കാണുന്ന പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ ഇറങ്ങുന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ബാക്കിലൊരു ചേച്ചിക്ക് ഷെയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ തോന്നിയത്. പക്ഷെ എന്നെയാണ് ആ വീഡിയോയിൽ കാണുന്നത്. ആ ചേച്ചി ഇവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് അപ്പൊ ചേച്ചിക്കെല്ലാം ഭാഗ്യം കിട്ടിയത് വന്നത് ഹംനയ്ക്കാണ്. സോ ഹംന ഹാപ്പി അല്ലേ? എന്തായാലും വന്ന സ്ഥിതിക്ക് ഷെയ്നുമായിട്ട് നമുക്ക് അല്ലെങ്കിൽ എൻറ്റയർ ടീമുമായിട്ട് ചേർന്നൊരു ഫോട്ടോഗ്രാഫ് എടുക്കാം അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എൻറ്റയർ മൾട്ടി ക്രൂ ആയിട്ട് നമ്മളുടെ എല്ലാവർക്കും, അപ്പൊ അന്ന് ശ്രദ്ധിച്ചില്ല, പക്ഷെ ഇന്ന് നമ്മളത് വളരെ വിശാലമായി പരിഗണിച്ചിരിക്കുകയാണ് ഹംനെ. സോ യെസ്, can we have a photograph? സോ ഞാൻ അറിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഷെയ്ൻ എല്ലാവരുമായിട്ടും എന്താ നമ്മുടെ ഹംനെ സംസാരിച്ചു എന്നുള്ളതാണ്. സോ യെസ്, ഇതൊരു എൻറ്റയർ ഇവന്റിന്റെ നമ്മുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. ബിക്കോസ് ഓൾവേസ് നമ്മളുടെ സ്റ്റാർസിനെ സപ്പോർട്ട് ചെയ്യുന്നവർ അവർ തന്നെയാണ്. ഓരോ സ്റ്റാർസിന്റെയും ഏറ്റവും സ്ട്രോങ് പില്ലേഴ്സ് എന്നുള്ളത് അവരെ ഏറ്റവും മനോഹരമായ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ് ആണ് കണ്ടത്. ആൻഡ് ഷെയ്ൻ, വുഡ് യു ലവ് ടു സേ സംതിങ് ടു ഹംന ആൻഡ് ഓൾ യുവർ ഫാൻസ്, എസ്പെഷ്യലി ദ ലേഡി ഫാൻസ്? സത്യം പറഞ്ഞ ആ വീഡിയോ എഡിറ്റ് ചെയ്ത ആളോട് ഒരു നന്ദി പറയണം. വേറൊന്നുമല്ല, തിരിഞ്ഞു നോക്കി വിഷ് ചെയ്തിരുന്നു, പക്ഷെ ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. അടി കൊടുക്കണം അല്ലേ? കുഴപ്പമില്ല, അതെനിക്ക് ശീലമുള്ളതാ. പിന്നെ കുഴപ്പമില്ല, ഇതൊക്കെ കുറെ കണ്ടിട്ടുള്ളതുകൊണ്ട് ഇത് വിഷയമില്ല. എന്നാലും ശരിക്കും ജെന്യൂനായിട്ട് ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്തുകൊണ്ട് മൈൻഡ് ചെയ്തില്ല എന്നുള്ളത്. അവർക്ക് വേണ്ടി മാത്രം ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തെന്നുള്ളൂ. പിന്നെ വൈറലാവണമല്ലോ ബ്രോ ഇന്നിപ്പോൾ വീഡിയോസും കണ്ടന്റും ഒക്കെ. പിന്നെ നെഗറ്റിവിറ്റി അല്ലേ സ്പ്രെഡ് ആവുള്ളൂ. ഞങ്ങൾ ഇറക്കിയ പാട്ടിനേക്കാളും റീച്ച് ഉണ്ട് ആ വീഡിയോന്. അപ്പോൾ സോറി കേട്ടാ, വേറെ എന്തെങ്കിലും ആരെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി. എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ ഹംനെ കുട്ടിക്കും കൂടെ വേണ്ടി കൈയ്യടി കൊടുക്കാം. ഓൾറൈറ്റ്, യെസ് യു ക്യാൻ